ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഒരു വർഷം മുഴുവൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതി ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ വായനാ സഹായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ദിവസം 105. കഴിഞ്ഞ 6 ദിവസങ്ങൾ കൊണ്ട് വായിച്ച് ഈ 7ാമത്തെ ദിവസം യോഹന്നാന്റെ സുവിശേഷം നാം പൂർത്തിയാക്കുകയാണ്. എത്ര സന്തോഷകരമായ കാര്യമാണ് ഒരാഴ്ച കൊണ്ട് ഒരു സുവിശേഷം വായിച്ച് പൂർത്തിയാക്കുകയും ആ സുവിശേഷത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ വായനയിലൂടെ ഈശോയെ കൂടുതൽ ആഴത്തിൽ അറിയുകയും ചെയ്യുക എന്നത്. എത്ര ഭാഗ്യമാണ്, എത്ര അനുഗ്രഹമാണ്. 105ാമത്തെ ദിവസത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന വായനയുടെ ഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 19, 20, 21 അധ്യായങ്ങളും സുഭാഷിതങ്ങൾ 6-ാം അധ്യായം വാക്യങ്ങൾ 16 മുതൽ 22 വരെയും. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യോഹന്നാൻ അധ്യായം 19. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവൻ്റെ കരണത്തടിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടിയൊന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്ക് ഏൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ വലുതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമം തുടങ്ങി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിൻ്റെ സ്നേഹിതനല്ല. തന്നെ രാജാവാക്കുന്ന ആരും സീസറിൻ്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, എബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ ക്രൂശിക്കുന്നു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശു ചുമന്നുകൊണ്ട് തലയോടിടം, എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റ് 2 പേരെയും, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലുമായി. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അതിങ്ങനെയായിരുന്നു, നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹീബ്രുവിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവെന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവൻ്റെ അങ്കിയും അവർ എടുത്തു.
അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ പ്രകാരം ചെയ്തത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. യേശുവിൻ്റെ മരണം. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ ചവർപ്പുള്ള വീഞ്ഞ് അവിടെയുണ്ടായിരുന്നു. അവർ ചവർപ്പുള്ള ആ വീഞ്ഞിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ കൈമാറി. പാർശ്വം പിളർക്കപ്പെടുന്നു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിലൊരുവൻ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിത്തുളച്ചവനെ അവർ നോക്കും. യേശുവിനെ സംസ്കരിക്കുന്നു. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും അകിലും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിരുന്നു. അവൻ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ മൃതസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. യോഹന്നാൻ അധ്യായം 20. ശൂന്യമായ കല്ലറ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം കല്ലറയുടെ സമീപത്തേക്ക് വന്നു. കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നുവെന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. യേശു മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തു മാറ്റിയെങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം.
അവൾ തിരിഞ്ഞ് ഗുരു എന്നർത്ഥമുള്ള റബ്ബൂനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. യേശു പറഞ്ഞു, നീ എന്നെ സ്പർശിക്കരുത്. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. എന്നാൽ നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് അവരോട് പറയുക. മഗ്ദലേന മറിയം ചെന്ന് താൻ കർത്താവിനെ കണ്ടെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും വിലാവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. തോമസിൻ്റെ സംശയം. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എൻ്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ അധ്യായം 21. യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദീപുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പത്രോസ് അജപാലകൻ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു,
യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നീ മനസ്സിലാക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അവനിത് പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. യേശുവും വത്സല ശിഷ്യനും. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവെ, നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ, ഇവൻ്റെ കാര്യമോ? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത, ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഇവയെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുമുണ്ട്. അവ ഓരോന്നും എഴുതിയിരുന്നെങ്കിൽ എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളാനാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 6 വാക്യങ്ങൾ 16 മുതൽ 22 വരെ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7 കാര്യങ്ങൾ അവിടുത്തെ ആത്മാവിന് മ്ലേച്ഛതകളാണ്. ഗർവുള്ള കണ്ണുകൾ, കാപട്യമുള്ള നാവ്, നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈകൾ, ദുഷ്ടതയുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്നതിന് തിടുക്കം കൂട്ടുന്ന കാലുകൾ, കള്ളം പറയുന്ന കപടസാക്ഷി, സഹോദരർക്കിടയിൽ വഴക്കിന് വഴിവെക്കുന്നവൻ, അജ്ഞാനത്തിൻ്റെ വശീകരണം. എൻ്റെ മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, നിന്റെ മാതാവിൻ്റെ പ്രബോധനം നിരസിക്കുകയുമരുത്. അവ നിന്റെ ഹൃദയത്തോട് ചേർത്ത് സദാ ബന്ധിച്ചുകൊള്ളുക, അവ നിന്റെ കണ്ഠത്തിൽ ചുറ്റിക്കെട്ടുക. നീ നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും, നീ കിടക്കുമ്പോൾ അത് നിന്നോട് ചേർന്ന് കാവലിരിക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംഭാഷണം നടത്തും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷ വായന നമ്മൾ പൂർത്തിയാക്കി. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, 7 ദിവസങ്ങൾ കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം വായിച്ച് പൂർത്തിയാക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിന് കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തികച്ചും മാനുഷികമായി അസാധ്യമായ ഒരു യാത്രയിലൂടെയാണ് അങ്ങ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വചന വായനയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കുക ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ അവിടുത്തെ കുരിശുമരണത്തിൻ്റെ അനന്തമായ യോഗ്യതകൾ ഞങ്ങളിലേക്ക് കടന്നു വരാൻ ഞങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം ആഴപ്പെടുത്തണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇന്ന് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇപ്പോൾ ഈ മക്കളിലേക്ക് കടന്നു വരണമേ. ഒരുപാട് ദൈവസ്നേഹം കൊണ്ട് ഇവരുടെ ഹൃദയം നിറയപ്പെടാനും എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം ഞങ്ങളോട് ആവർത്തിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങയെ മാത്രം സ്നേഹിക്കുന്നുവെന്ന് പറയാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയാം. 105-ാമത്തെ ദിവസമാണിന്ന്. കഴിഞ്ഞ 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ച് പൂർത്തിയാക്കി. കുറ്റക്കാരനല്ല എന്ന് പീലാത്തോസ് കണ്ടെത്തി കഴിയുമ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ കരുതി യേശുവിനെ വിട്ടുകൊടുക്കാൻ അയാൾ മടിക്കുകയാണ്. സാഹചര്യങ്ങളെ കരുതി യേശുവിനെ ഏറ്റെടുക്കാനോ സ്വന്തമാക്കാനോ പ്രയാസപ്പെടുന്ന അനേകായിരങ്ങളുടെ പ്രതിനിധിയാണ് പീലാത്തോസ്. പല ആളുകൾക്കും സത്യം എന്താണ് എന്നറിയാം, സത്യം യേശുവാണെന്ന് അറിയാം. എന്നാൽ അരിമത്യക്കാരൻ ജോസഫിനെ പോലെ, നിക്കോദെമോസിനെ പോലെ, അല്ലെങ്കിൽ യേശുവിൻ്റെ അപ്പസ്തോലന്മാരെ പോലെ, ഇനി പൗലോസായി മാറിയ സാവൂളിനെ പോലെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും തങ്ങൾ സത്യമായി തിരിച്ചറിഞ്ഞ യേശുവിനെ എല്ലാ നഷ്ടങ്ങൾ സഹിച്ചും ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനുള്ള ധൈര്യം പീലാത്തോസിന് ഇല്ലാതെ പോയി.
പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥികൾ തകർക്കപ്പെടാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്നു. യേശുവിൻ്റെ അസ്ഥികളും അവർ തകർത്തില്ല എന്ന് നാം വായിക്കുന്നു. ഒരു കുറ്റവാളിയെപ്പോലെ യേശുക്രിസ്തു കുരിശുമരത്തിന്മേൽ തൂക്കപ്പെട്ടു. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ കടന്നു വന്ന നമുക്കറിയാം, ആരും അവൻ്റെ ജീവൻ അവനിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നില്ല, അവനത് സ്വമേധയാ സമർപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കുരിശിലെ അവസാനത്തെ വാചകം നിരാശ കലർന്ന ഒരു പരാജിതൻ്റെ വാചകമല്ല, എല്ലാം പൂർത്തിയായി, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ്. ഈശോ പറഞ്ഞു, ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. നിത്യപുരോഹിതനായ ഈശോ ആ മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് നിന്ന് കുരിശിൽ ആ പെസഹ കുഞ്ഞാടിൻ്റെ ബലി സമർപ്പിച്ചു. മനോഹരമായ മറ്റൊരു കാഴ്ചയ്ക്ക് കൂടി ഈ കുരിശുമരം വേദിയായി. കുരിശിൻ്റെ താഴെ തോരാത്ത കണ്ണീരുമായി നിന്ന ഒരമ്മ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ കണ്ണീര് മാത്രം സ്വന്തമായിരുന്ന, സ്വന്തം ദുഃഖങ്ങളെ എല്ലാവരിൽ നിന്നും മറച്ചുപിടിച്ച് എല്ലാവർക്കും സഹായമായി മാറിയ മറഞ്ഞിരുന്ന മറിയം കണ്ണീരൊതുക്കാൻ പാടുപെട്ട് കുരിശിൻ്റെ താഴെ നിൽക്കുമ്പോൾ തീവ്രവേദനകൾക്ക് നടുവിൽ തൊട്ടടുത്ത് നിന്ന വത്സല ശിഷ്യനെ യോഹന്നാനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ അവശേഷിച്ച ഏക ശിഷ്യനായിരുന്നു. യോഹന്നാൻ കുരിശിൻ ചുവട്ടിൽ ആരംഭിക്കാൻ പോകുന്ന സഭയുടെ ആദ്യത്തെ പ്രതിനിധിയായിരുന്നു. അങ്ങനെ തൻ്റെ അമ്മയെ തൻ്റെ മണവാട്ടിക്ക്, തൻ്റെ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സഭയുടെ മാതാവായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയെ കർത്താവ് നമുക്ക് തന്നു. യേശുവിൻ്റെ അമ്മയും യേശുവിനെ സ്നേഹിച്ച ശിഷ്യനും അകലെ നിൽക്കാൻ പാടില്ല, അടുത്ത് നിൽക്കുന്നത് കണ്ടാണ് ഈശോ പറയുന്നത്, ഇതാ നിൻ്റെ അമ്മ. അമ്മയെ മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ കൂടി തന്നുകൊണ്ടാണ് ഈശോ മടങ്ങിപ്പോകുന്നത്. ഉത്ഥാനത്തിൻ്റെ അന്ന് ഞായറാഴ്ച യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്, ഊതിക്കൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കുരിശ് മരണത്തിൻ്റെ വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം നമ്മൾ കാണുന്നത് ഈശോ എല്ലാം തന്നുകൊണ്ടേയിരിക്കുന്നു. അവനുള്ളതെല്ലാം തന്നുകൊണ്ടേയിരിക്കുന്നു. ജീവൻ, ജീവിതം, ശരീരം, രക്തം, അമ്മ, പരിശുദ്ധാത്മാവ്, അവസാന തുള്ളി ജലം, എല്ലാം തന്നുകൊണ്ടേയിരിക്കുന്ന ഈശോ പക്ഷെ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ വായനകൾക്കെല്ലാം ഒടുവിൽ വായനക്കാരായ നമ്മളോട്, കേൾവിക്കാരായ നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യം, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ എന്ന സ്ഥാനത്ത് ഞാൻ ദാനിയേലേ എന്നാക്കേണ്ടതുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പേര് വെക്കേണ്ടതുണ്ട്. ചോദിക്കുകയാണ് ഈശോ, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നോട് നിനക്കുള്ള ബന്ധം ഒരു കച്ചവട ബന്ധമാണ്. ആവശ്യ നേരത്ത് തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് പോലെയോ, ഒരു ആപത്ത് നേരത്തുള്ള ഒരു സഹായത്തിൻ്റെ നിലവിളിയായോ ഒക്കെയാണോ നീ എന്നെ കാണുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോ എന്ന നാമം കണ്ണിൽ കണ്ണീരായും ഹൃദയത്തിൽ നോവായും മാറിയിട്ടുണ്ടോ? അഗാപ്പെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നിസ്വാർത്ഥ സ്നേഹം, നിർമ്മല സ്നേഹം, സ്വയം മറന്ന് സ്വന്തം ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം, അതുണ്ടോ എന്നാണ് ചോദ്യം. സുവിശേഷം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ ഉദ്ദേശിച്ചത് നമ്മൾ അവനിൽ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണമെന്നും അങ്ങനെ അവൻ്റെ നാമത്തിൽ നമുക്ക് ജീവനുണ്ടാകണമെന്നും എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഈ വായന അവസാനിക്കട്ടെ. കണ്ണും പൂട്ടി നമുക്ക് പറയാം, ഈശോ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്ര മനോഹരമായ ഒരു യാത്രയാണ്. യോഹന്നാന്റെ സുവിശേഷ വായന അവസാനിച്ചു. നാളെ വീണ്ടും നമ്മൾ സാമുവേലിൻ്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങിപ്പോവും. നമ്മൾ പുതിയ ഒരു കാലഘട്ടം നാളെ മുതൽ ആരംഭിക്കും. രാജകീയ ജനത, ദ റോയൽ കിങ്ഡം, ഒരു പുതിയ ബൈബിൾ കാലഘട്ടം പഴയ നിയമ വായന തുടരുന്നത് വഴി നാളെ നമ്മൾ ആരംഭിക്കുകയാണ്. കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളോടുകൂടി ഈ വചന വായനയിൽ യാത്ര ചെയ്യുന്നതിന് ദൈവം തന്ന അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. കൂട്ടുകാരെ, ബന്ധുക്കളെ, പരിചയക്കാരെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുകയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകത്തിൻ്റെ പലയിടങ്ങളിലിരുന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വചനം വായിക്കുന്നതും ഈ വാക്കുകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതും. എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നാളെ നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയേൽ അച്ഛൻ. നല്ല ദിവസം ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.